ഞാനേ ഇന്ന് നമ്മളെ കോട്ടക്കില് മൈത്രി നഗറിലെ ഒരു വയോജന കൂട്ടായ്മ, വയോജനം എന്ന് പറയുമ്പോൾ അവര് ചിലപ്പോൾ ദേഷ്യപ്പെടൂട്ടാ, അവർക്ക് പ്രായം അത്ര ആയിട്ടില്ല എന്ന് പറയണേ. അപ്പൊ ഇവിടെ ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ ഈ വീട്ടുമുറ്റത്ത് ഇരുന്നിട്ട് അവരുടേതായ ചർച്ചകളാണ്. ഈ ചർച്ച പലപ്പോഴും ഹാസ്യ ചർച്ചകളാ വരിക, ചിരി കേൾക്കാം. അപ്പൊ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടിരുന്ന അവര് ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ കാലഘട്ടത്തിലെ പഴയ കാലഘട്ടത്തിലെയും പുതിയ കാലഘട്ടത്തിലെയും ചർച്ചകളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞാൽ മതി. നളിനി വിശ്വനാഥൻ മൈത്രി നഗർ താമസക്കാരിയാണ്. അടുത്ത ആള് വസന്ത ശശിധരൻ, കോമളവല്ലി, ലീല, നളിനി. എന്റെ പേരിപ്പോ എല്ലാരും രമേശ് എന്നാ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് രമേഷ് കുമാർ എന്നാണ്. പിന്നെ ഈ കൂട്ടായ്മയിൽ എന്റെ ഭാര്യ സാധാരണ ഉണ്ടാവാറുണ്ട്, സീന എന്ന പേര്. പക്ഷെ അവൾക്ക് സുഖമില്ല, ഈ കോൾഡ് പിടിച്ചിട്ട്. അപ്പൊ ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇറങ്ങിയിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഇരിക്കാത്തത്. പകരത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇവരെ കൂട്ടത്തിൽ. പിന്നെ ഭയങ്കര തമാശയൊക്കെ പറയും ഇവരൊക്കെ. നല്ല രസാ കൂട്ടായ്മ, കുറെ കാലമായിട്ടുള്ളതാണ്, ഇങ്ങനെ തുറന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവര് ഇരുന്നിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യും, ചിരിക്കും. അപ്പൊ ഈ ചിരി എന്താണ് ഇവർ പറയുന്നത് വെച്ചാൽ, ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവര് ഈ വയോജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുന്നു പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്ന്. കാരണം വയസ്സായിട്ടില്ല എന്ന് അവർ പറയുന്നത്. കാരണം പ്രായം ആവാത്തതിന്റെ ഒരു കാര്യം ഈ തമാശയാണ്. ഇവര് വീട്ടിൽ അത്യാവശ്യത്തിന് എല്ലാവരും അടുക്കളത്തോട്ടൊക്കെ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. കുറച്ചു നേരം നനയ്ക്കും, ചെടി നനയ്ക്കും. പിന്നെ വൈകുന്നേരം 1 മണിക്കൂർ ഇവിടെ വന്നിട്ട് ഒരാളെ ഇതിൽ കണ്ടിട്ടില്ലെങ്കിൽ അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. 60 വയസ്സ് കഴിഞ്ഞ ആളുകളോട് ചെടി തോട്ടമൊക്കെ നനയ്ക്കാനും പരിപാലിക്കാനും പറയും. അപ്പോൾ അവർക്ക് മെച്ചം കിട്ടുന്നത് എന്താ വെച്ചാൽ, ചെടിയിൽ പൂവുണ്ടാവണം, കായ ഉണ്ടാവുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതിൽ ഏറ്റവും ഉദാഹരണം ഇവിടെ നല്ലേച്ചിയുണ്ട്. നല്ലേച്ചിയുടെ പിന്നെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ടെറസിൽ നന്നായിട്ട് കുറെ കാലം മുന്നേ നന്നായി അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ നിങ്ങൾ ഈ ഇരുന്ന് ചിരിക്കും തമാശ പറയുന്നതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അസുഖങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ മനസ്സിന്ന് പോവും. അസുഖങ്ങൾ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നത് കുറച്ച് പാട്ട്, ഇവിടുന്നൊക്കെ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ വരിയൊക്കെ പറയുന്നതൊക്കെ പാടിനൊക്കെ കേൾക്കാം. അപ്പൊ ഞാൻ ചെറിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ പൂക്കളെ പറ്റിയിട്ടോ ചെടികളെ പറ്റിയിട്ടോ കായ്കളെ പറ്റിയിട്ടോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു പാട്ടുകൾ ഏതെങ്കിലും അങ്ങനെ ഓർമ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂട്ടായ്മ എന്നും എല്ലാവർക്കും ഒരു പ്രചോദനമാവും. അപ്പം ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങാം. രമേശ് ചേട്ടനോ അല്ലെങ്കിൽ നളിനേശോ ആരെങ്കിലും തെച്ചീനെ പറ്റിയിട്ട് ഒരു 2 വരി. പാടിക്കോളൂ, ബാക്കിയുള്ളവരും ചീമന്താരം തുളസി പിച്ചകമാലകൾ അപ്പൊ വളരെ സന്തോഷം. തെച്ചിനെ പറ്റിയിട്ട് നന്നായിട്ടൊരു പാട്ട് പാടി. ഇനി എങ്ങനെയാ വെച്ചാൽ നളിനേച്ചി തുളസീനെ പറ്റിയിട്ടൊരു 2 വരി ഒന്ന് പാടി, അല്ലെങ്കിൽ പാടാ അല്ലെങ്കിൽ പറയാ. തുളസിയെ പറ്റി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പാട്ടായാലും മതി. തുളസി പൂജയ്ക്ക് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂവാണ്. ഗുരുവായൂരപ്പന് പ്രധാനമായിട്ടാണ് അത്. ദിവസം വിളക്ക് വെക്കാറുണ്ട്. തുളസിക്കതിർന്നുള്ളി എടുത്തു തുളസിക്കതിർന്നുള്ളി എടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. അപ്പൊ തുളസീന്റെ പാട്ട് നല്ലേച്ചി തുടങ്ങി വെച്ചു, തുളസീനെ പറ്റി പറഞ്ഞു, നന്നായി പാടി. ഇനി ലീല മഞ്ചാടി എന്നാണ്. മഞ്ചാടി ഞാൻ ചോദിച്ചിട്ട് പാടാം. മഞ്ചാടിനെ കുറിച്ചിട്ട്, മഞ്ചാടി കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മഞ്ചാടിനെ കുറിച്ചിട്ട് ഒരു പാട്ട്. അതിൽ മഞ്ചാടിക്കുന്നിൽ പിന്നെ കോമളേച്ചിക്ക്
എന്തെങ്കിലും പൂവിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു 2 വരി പാടാം, അല്ലെങ്കിൽ പറഞ്ഞാലും. ശംഖ് പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. എത്ര മതി? അപ്പോ ഇനിയിപ്പോ ഇതിന് എത്രയും ഈ പ്രോഗ്രാം നല്ല സുഗന്ധം പരത്തി മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോ നല്ല മണമുള്ള ചന്ദനത്തിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ, ഒന്ന് പാടിക്കോ. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽപ്പു എന്തായിരുന്നു മനസ്സിൽ. നല്ലേച്ചിക്ക് എന്തെങ്കിലും അറിയെങ്കിൽ അടുത്ത പാടുന്ന പാട്ട് നല്ല മനോഹരമായ പാട്ടായിക്കോട്ടെ, നല്ലേച്ചിയുടെ പാട്ടാണ്. ഉടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർച്ചോല, നികുന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. പിന്നെ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ പല ആളുകളുടെ മനസ്സിലും ഈ പാടിയതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ മത്സരം ഉണ്ടാവുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ചെറിയ ചിന്ത വരും. അല്ലെങ്കിൽ ഇന്നലെ പോയിട്ട് നല്ലേച്ചിയുടെ മക്കളെയോ മരുമക്കളെയോ അവിടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഈ കാര്യം പറയും. വേറൊരാളടുത്ത് അമ്മയും ഈ കാര്യം പറയും. ഇവർ ഓരോരുത്തരും വസന്തേച്ചി നല്ലേച്ചി ഒക്കെ കോമളേച്ചി ഒക്കെ ഓരോരുത്തരും വിളിച്ച് പറയും. അപ്പോൾ കുറച്ചുകൂടി ഈ കാര്യത്തിന് നല്ലൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമായി മാറും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ ചോദിക്കണം, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ദിവസം ഇതിൽ അറ്റൻഡൻസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്താ ഫീൽ ചെയ്യുക? കോമളേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുക? പറഞ്ഞു. കോമളേച്ചി ഒരു ദിവസം വന്നില്ല ഇവിടേക്ക്, വീട്ടിലിരുന്നു. പങ്ക് കൊള്ളാതിരുന്നാലത്തെ വീട്ടിലിരുന്നു. ഇവരൊക്കെ ഇവിടെ ഇരുന്ന് ശരിക്കും വർത്തമാനം പറയണൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് എന്താ? ഞാനിപ്പം വരാറില്ല, അതുകൊണ്ട് സാധാരണ ഞാനിപ്പം ദിവസവും വന്നോണ്ടിരുന്ന വന്നാൽ എല്ലാരും കൂടെ വർത്താനം പറഞ്ഞ് ചിരിച്ച് മനസ്സിനൊരു സുഖമുണ്ട്. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. എല്ലാരും കൂടി ആവുമ്പോഴത്തേനും ഒരു സന്തോഷമല്ലേ. അതായത് അസുഖത്തെ കുറിച്ച് പറയില്ല. അതെ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയില്ല. അങ്ങനെ പറയല് കുറവാണ്. ഇന്ന് എന്താ കൂട്ടാൻ വെച്ചത്, ഇന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാരും കൂടെ കൂടിയിരുന്ന് പറയും. അത്രേ ഉള്ളു. ഇതില് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 4 ചുള ചക്ക കിട്ടിയാല് 40 കഷ്ണാക്കും ഇവര്. 40 കഷ്ണാക്കിയിട്ട് അതില് ചക്ക ചുള കുറിച്ച് 40 കഷ്ണാക്കി വിതരണം ചെയ്തിട്ട് ബാക്കി 4 ചക്കക്കുരു ഉണ്ടാവും. അതും ഇവര് മുറിച്ചിട്ട് ഷെയർ ചെയ്യും. അതാണ് ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ. അല്ല എന്നാ അത് പറഞ്ഞോളൂ. അല്ല ഞാൻ ചോദിക്കുന്നപ്പോ അതന്നെയാ ചോദിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ എന്നും ഇവിടെ കസാരയിട്ട് കൂടി ഇരിക്കുമ്പോ രമേശ് ചേട്ടൻ 3:30-4 ആകുമ്പോഴേക്കും കസാല പിടിക്കും പുറത്തേക്കിട്ട് റെഡി ആയിട്ടിരിക്കും. കാരണം വർത്താനം പറഞ്ഞ് ഒന്ന് എനർജി ആവാനുള്ള ഒരു ടൈമാണ്. അപ്പൊ അമ്മ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഒരു 4-5 കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരാം. വല്ല വിരുന്നുകാർ വന്നാൽ മാത്രമേ തിരിച്ചു പോകുള്ളൂ. നമ്മൾ ഇങ്ങനെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുക, അതേപോലെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മകളുടെയൊക്കെ ഒരു ലക്ഷ്യം. അപ്പൊ ഇവരത് ഇങ്ങനെ നേടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയും. മനസ്സിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ പറയാതിരുന്നാൽ തന്നെ വെറുതെ കാണുമ്പോൾ ഒരു ഹായ് പറഞ്ഞാൽ അത് തന്നെ ഒരു പോസിറ്റീവാ. അപ്പൊ ഇനി വിശ്വേട്ടനോട് ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ മതി, പാടണം എന്നൊന്നുമില്ല. ഏതെങ്കിലും പൂക്കളുടെയോ ചെടികളുടെയോ മരങ്ങളുടെയോ എന്തിനെങ്കിലും പേര് വരുന്ന ഒരു പാട്ടിന് വരി പറഞ്ഞാൽ അത് ഇവിടെ പാടാൻ എന്താ പറയുക, കുറെ പാട്ടുകാർ ഇരിക്കുന്നുണ്ട്. താമരപ്പൂവിൽ വാഴും ദേവി, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, ദേവിയല്ലോ നീ നാളെ വിശ്വേട്ടൻ പറഞ്ഞ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്നുള്ള പാട്ടാണ്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഞങ്ങള് ദിവസേന 5 to 6 വരെ ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കൂട്ടായ്മ. അതിന് ഞങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് സീന രമേശ്. അവരുടെ വീട്ടിലാണ് ഞങ്ങളിത് കൂടുതലെന്നും. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ചെറിയ
ചെറിയ സ്നാക്സുകൾ കൊണ്ടുവന്ന് തരും. ചിലപ്പോൾ ചായ കുടിക്കും. ഞങ്ങൾ കുറേ കളി തമാശകൾ പറയും. എല്ലാവരും അവനവൻ്റെ വീട്ടിലെ അനുഭവങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ വളരെ പ്രസരിപ്പോട് കൂടിയിട്ട് നമുക്ക് ഇതിൽ വന്നിട്ട് ഒരു ദിവസം വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു നഷ്ടബോധം വരുന്ന സംഗതിയാണ്. 5 മണിയായി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, നീ പോണില്ലേ എൻ്റെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കലുണ്ട് എന്നോട്. അപ്പം ഞങ്ങൾ ഇതിൽ വളരെയധികം സന്തോഷവതികളാണ്. ഞങ്ങളുടെ ഈ കൂട്ടുമ്പോൾ ചേച്ചിമാര്, അനീത്തിമാര് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് പ്രായമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണ്. 60, 70 ഒക്കെ പറഞ്ഞ് എല്ലാവരും കരയും എനിക്ക് വയസ്സായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ എല്ലാവർക്കും ചോദിക്കും. ഞങ്ങളുടെ ഫോറിനേഴ്സൊക്കെ ഞങ്ങളുടെ വീടിന്റെ പടിക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവർ പറയും, ഇതിപ്പോ എന്താണോ വൃദ്ധാശ്രമമാണോ എന്നൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട് ഇങ്ങനെ കൂട്ടായ്മ കാണുമ്പോൾ. പക്ഷെ അത് പബ്ലിക്കിന്റെ ഒരു ചിന്താഗതിയുടെയാണ്. ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ് ഇവിടെ ഇരുന്നിട്ട് ഈ ഇതിൽ പങ്കുകൊള്ളണത്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇതെന്നും ഞങ്ങൾക്ക് നിലനിൽക്കണേന്ന് ഞങ്ങൾ എല്ലാവരും തമ്മിൽ പറയണത് എന്തായാലും. ഓക്കെ, താങ്ക് യു. സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും ഒരു 2 വരി എവിടുന്നെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എല്ലാവർക്കും പാടാം. ഏതെങ്കിലും 2 വരി ഇപ്പൊ ഇവിടുന്ന് തന്നെ തുടങ്ങി. സ്കൂളിൽ പഠിച്ച, ഇനി 1ാം ക്ലാസ്സിൽ പഠിച്ച പാട്ടായാലും കുഴപ്പമില്ല. ആറ്റിലേക്കച്ചുതാ ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. കാളകൂടോൾക്കട കാഗോള മാളിന കാളിയൻ പാർപ്പുണ്ടി കാളിന്നിയിൽ ആരിതെറിഞ്ഞു കൊടുത്തു യശോദന്മാറിലെ തുമണി മാല്യമിത. കാളിന്നി തന്നുടെ കാളിമാവേന്തിയ ചേലയിൽ ചീളന്നു ചെന്നു വീണു. നന്നായിട്ട് പാടി. പടമ്പതമുറച്ചു നാം പാടി പാടി പോകണം ഭാരതന്ത്രം കെട്ടഴിഞ്ഞ ഭാരതീയ സോദരേ. ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പൂന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാമൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഇവര് ഓർമ്മ വർദ്ധിപ്പിക്കപ്പോ ഓർമ്മ കിട്ടണില്ല എന്ന് പറഞ്ഞ ആളുകൾ കൂടി അത് ചെകഞ്ഞെടുത്തിട്ട് 2 വരി 4 വരി. അപ്പൊ ഇതിൽ ഇനി അടുത്ത് പാടാൻ പോകുന്ന ആള് ഇവിടുത്തെ സീനിയർ ആളാണ്, എൻ്റെ അമ്മയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ അവിടെ പാടലില്ല കേട്ടോ. വീട്ടില് അവിടെ വന്നിരുന്ന കുറച്ച് സീരിയലുണ്ട്, അതാണ് സ്ഥിരം അമ്മയുടെ ലോകം. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരുന്നത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ പാട്ടൊക്കെ കളക്ട് ചെയ്ത് എഴുതി വെച്ച ഒരു ചെറിയ പുസ്തകമാക്കി നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു ചെറിയൊരു ഇതാക്കി കഴിഞ്ഞാൽ അല്ല നല്ല കാര്യമാണ്. ആ പാട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ചെറിയൊരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് അപ്പോ ഒരു പദ്യം ഇവിടുത്തെ സീനിയർ മെമ്പർ പാടിക്കൊണ്ട് നമുക്ക് തൽക്കാലം. ഓമാനേനിയുറങ്ങൻമിഴി വണ്ടീണ തുമല തൻകുഴമ്പന്റെ തങ്കം അടിയും പാടിയും ചാടിയും ഓടിയും വടിയും വിടും മുഖരമാക്കി വടി വിയർത്ത മൂകാംബൂജത്തോടന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം നിൻകാവിൽ തങ്കത്ത് ഇട്ടിങ്കൽ പിഞ്ചും എൻ കണ്ണീലുണ്ണി ഞാൻ എത്ര വെച്ചു നെറ്റിപ്പനി മതി പോളാമേലങ്ങിങ്ങു പറ്റിക്കിടന്ന കൂറുനീരകൾ കൊതിപ്പൂറകോട്ടൊതുക്കി വെൺമുത്തോളി ശതാബിന്ദുക്കൾ തുടച്ചു മാറ്റി അൻപാർന്നു ഞാൻ നൽകും പൈമ്പാൽ പൊടിക്കരി ചോറൻ കൂട്ടൻ പാർവണ തിങ്കളിൽ തങ്ങുമാമൃദോരു ഗിർവാണ ബാലൻ പൂജിക്കും പോലെ മൃഷ്ടമായി ഭക്ഷിച്ചുറങ്ങുകയായി പൂവൻ പട്ടുമേലപ്പണി തൊട്ടിലിതിൽ. ഇത് എന്താ ഇതില് അത് 4ാം ക്ലാസ്സിലെന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങളവിടെ ചർച്ച വീണ്ടും ഇതിനെ പറ്റി ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതിപ്പോ ഇന്ന് അമേരിക്ക വരെ എത്തും ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് വിളിച്ചു പറയും. അപ്പോ ചിലപ്പോ അതൊരു രസകരമായിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു ഇത് കിട്ടി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓർമ്മ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് 2 ഗുണം. ഒന്ന്, പോസിറ്റീവ് എനർജി കിട്ടും. 2ാമത്, അസുഖങ്ങൾ താനെ കുറയും.